പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ പടക്കളത്തിലൂടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ ആവേശം, ജനകീയ വിഷയങ്ങൾ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് പടക്കളത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് പടക്കളം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പടക്കളമുള്ളത് പോത്തുകല്ല് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. പടക്കളം വളരെ സജീവമായൊരു പടക്കളത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ള നേതാക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ PR രോഹിൽനാഥ് UDF, ശ്രീ PM ആർഷോ LDF, ശ്രീ സുധീഷ് ഉപ്പട NDA. അതുപോലെ തന്നെ പോത്തുകല്ല് പൗരാവലിയും വളരെ സജീവമായി പതിവ് പോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും വലിയ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് പടക്കളം പോകുന്നത്. അതുപോലെ തന്നെ വലിയ പ്രേക്ഷക പ്രതികരണങ്ങളാണ് ഈ പരിപാടിക്ക് ആകെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവേശകരമായ പടക്കളത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് അധ്യായത്തിലേക്ക് കടക്കാം. രോഹിൽനാഥ്, എങ്ങനെ ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനാകും എന്ന വളരെ പ്രധാനപ്പെട്ടൊരു മത്സരത്തിൻ്റെ കാലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് സമാഹരിക്കാവുന്ന LDF വിരുദ്ധ വോട്ടുകൾ അത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പല കാരണങ്ങളാൽ പലരിലേക്ക് പോകുന്നു എന്നുള്ളൊരു വെല്ലുവിളി നിങ്ങളിവിടെ നേരിടുന്നില്ലേ? അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം, SDPI മത്സരിക്കുന്നു. ഇപ്പോൾ പാലക്കാടേക്ക് പോയാൽ SDPIയുടെ ഒക്കെ പങ്കാളിത്തം നിങ്ങൾക്ക് വലിയ നേട്ടമായതാണ്. അപ്പോൾ SDPIയുടെ മത്സരിക്കുന്നു, അൻവർ മത്സരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള അതൃപ്തിയുടെ പ്രശ്നം, ലീഗ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരുടെ പ്രശ്നം ഹമീദ് മാസ്റ്ററിനെ പോലുള്ള MLA മാർ പരസ്യമായി തന്നെ മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ആ യോഗത്തിലുണ്ടായിട്ടുള്ള കോൺഗ്രസ് അല്ലെ വിശേഷിച്ച് പ്രതിപക്ഷ നേതാവിന് എതിരായിട്ടുള്ള വിമർശനങ്ങൾ, ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യം നിലമ്പൂരിനെ നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളിയുള്ളതാക്കി മാറ്റുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയ നടപടി ഞങ്ങളുടെ ഭാഗമല്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒട്ടനവധി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുകയുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വ്യത്യസ്തമായ പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് അല്ല എന്ന് മാറ്റി ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ക്യാമ്പയിൻ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു മാർക്കിടലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇതിന് തൊട്ടുമുമ്പ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചു, ആ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയെ പല ആളുകളും സഹായിച്ചു എന്ന് നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ നടന്ന ഈ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പഴയ ചിത്രമെടുത്ത് പരിശോധിച്ചാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇവിടെ SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥി ഉണ്ടോ, PV അൻവർ മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചർച്ചയല്ല. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു മിനിമം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിയ ആ ശബ്ദം, ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിലേക്ക് ഇവിടെ തെരഞ്ഞെടുത്ത് വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്യാപ്റ്റൻ്റെ കൂടെ ഓടാൻ നിന്ന മറ്റൊരു ഓട്ടക്കാരനായിരുന്നു ശ്രീ PV അൻവർ. ആ PV അൻവർ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാടിലും മാറ്റങ്ങൾ വരുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ എന്ന ചർച്ചയിലല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പോകുന്നത്. ഞങ്ങളുടെ മുൻപിലുള്ള ചോദ്യവും അതിനുള്ള ഉത്തരങ്ങളും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് ആണയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ആർഷോ, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു വാചകം, അതിശക്തമായ സമരങ്ങൾ ഈ സർക്കാരിനെതിരെ എങ്ങും നടക്കുന്നു എന്ന നിലയിൽ പറഞ്ഞു. രണ്ടാമത്തത്, ഈ ഉപതെരഞ്ഞെടുപ്പ് അവരുടെ സൃഷ്ടിയല്ല എന്ന് പറയുന്ന ഒരു വിശദീകരണവും വന്നിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് ആരും ആഗ്രഹിച്ചിരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക്, നിങ്ങളുടെ പ്രവർത്തകർക്ക് ആവേശകരമാകുന്നത്? വേണമെങ്കിൽ വെല്ലുവിളികൾ ഒരു തരത്തിലുണ്ടാകാം. കാരണം ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടുമോ? കാരണം തുടർഭരണവും
അതിൻ്റെ അവസാന ലാപ്പിൽ നിൽക്കുകയാണ്. 9 വർഷം പിന്നിട്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കും ജനങ്ങളെ സമീപിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന ഒരു രാഷ്ട്രീയ അനുഭവം എന്താണ്? സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇപ്പോൾ UDF വിശദീകരിച്ചതിൽ അടക്കം ചേർത്ത് വെച്ചുകൊണ്ട് ആർഷോ എന്തു മറുപടി തുടക്കത്തിൽ തന്നെ പറയും? ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യ ലാപ്പ് ഓടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കിടക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടു കൂടിയും ആവേശത്തോടു കൂടിയുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും ഈ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ആ വിധത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഓരോ മുക്കിൽ നിന്നും മൂലയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 9 വർഷക്കാലം തുടർച്ചയായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു, ഈ നാടിനെ നയിച്ചു. ഒരു വർഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവശേഷിക്കുന്ന ഘട്ടത്തിൽ ഈ നാടൊന്നടങ്കം 2026 കേരളം എഴുതാൻ വേണ്ടി പോകുന്ന വലിയ ചരിത്രം മൂന്നാമതൊരിക്കൽ കൂടി തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറും എന്ന ചരിത്ര നിർമ്മിതിയുടെ തൊട്ടു മുൻപ് നടക്കുന്ന കർട്ടൻ റൈസറായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങളും ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരും കാണുന്നത്. കഴിഞ്ഞ 9 വർഷക്കാലം കേരളത്തിൽ നടന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി, കേരളത്തെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി 2016 മുൻപ് ഉണ്ടായിരുന്ന കേരളത്തെ മറന്നുപോയ ആളുകളായിരിക്കില്ല ഈ മണ്ഡലത്തിലെ വോട്ടർമാർ. 9 വർഷത്തിനിപ്പുറം എത്രമേൽ മുന്നോട്ട് വന്നു കേരളം എന്നുള്ളത് ഈ നാടാകെ സാക്ഷിയാണ്. ഈ നാട്ടിനകത്ത് നടന്നിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലെ ഓരോ മനുഷ്യനെയും സ്പർശിച്ച് കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ പുറകോട്ട് നടത്താൻ വേണ്ടി പോയ കാലത്ത് ഇടപെട്ട ആളുകൾക്കല്ല, മറിച്ച് കേരളത്തെ, നിലമ്പൂരിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി കൈപിടിച്ചുയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഈ നാട്ടിൽ തുടരണം എന്ന നിലയിലേക്ക് ഈ നാട് വന്നെത്തി നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത്. കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ഒരൊറ്റ കാര്യത്തോട് മാത്രം റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പൊതുവെ ഈ പറഞ്ഞ ആളുകൾ ആരും ഇവർക്കൊരു വിഷയമാവില്ല, ഇവർക്കൊന്നും വിഷയമല്ല എന്നാണ് പറഞ്ഞത്. ഈ ഒരു സമയത്ത് ഇവർക്ക് ഇതൊന്നും വിഷയമാവില്ല. ഒരു 1.5 മണിക്കൂർ കൂടെ കഴിഞ്ഞുകൊള്ളട്ടെ, സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ച് കഴിഞ്ഞുകൊള്ളട്ടെ, അപ്പം നമുക്ക് കാണാം ചില ആളുകൾ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ചില വീടുകൾ കയറിയിറങ്ങുന്നതിന് വേണ്ടി. അല്ല, ഇവർക്ക് പകൽ സമയത്ത് ഇവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഇതൊന്നും ഇവരുടെ തലവേദനയല്ല. എന്നാൽ ഇരുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇരുള് പടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് പലതും വിഷയമാകുന്നതും ചില കാലുകൾ പിടിക്കാൻ പോകുന്നതും ഒക്കെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാടിന് മുൻപിൽ കഴിഞ്ഞ 9 വർഷക്കാലം നാടിനെ മുന്നോട്ട് നയിച്ച ഇടതുപക്ഷവുമുണ്ട്, ഈ നാടിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച വലതുപക്ഷവുമുണ്ട്. നാട് ശരിയെ തെരഞ്ഞെടുക്കും, അഡ്വക്കേറ്റ് എം സ്വരാജിനെ തെരഞ്ഞെടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. സുധീഷ്, BJPയെ സംബന്ധിച്ച് നേരത്തെ ആർഷോ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ഘട്ടം കഴിയുകയാണ്. പ്രചാരണ രംഗത്തേക്ക് കൂടുതൽ ഇറങ്ങുമ്പോൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ മത്സരരംഗത്ത് പോലും നിലമ്പൂരിൽ ഉണ്ടാകില്ല എന്ന് നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ നൽകിയ ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ഥാനാർത്ഥി വന്നു. ആ സ്ഥാനാർത്ഥി BJPക്കാരനാണോ എന്ന ചർച്ച നേരത്തെ നമ്മളൊരു ചർച്ചയിൽ സുധീഷ് ഞാൻ കൂടെ പങ്കെടുത്തതാണ്. അന്നൊക്കെ കുറച്ചുകൂടി തീവ്രമായിരുന്നു. പിന്നീട് മനസ്സിലായി അദ്ദേഹം BJPക്കാരനല്ല, UDFലെ ഒരു ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു സംസ്ഥാന തലത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തതാണ്. പിന്നീട് BJP അംഗത്വമൊക്കെ കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ക്യാമ്പുമായി സെറ്റായോ? വോട്ട് പിടിച്ച് അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിലൂടെ നിങ്ങളുടെ കൂടെ ചേർന്ന് എല്ലാവരിലേക്കുമൊക്കെ കുറേയൊക്കെ കഴിയുന്നത്ര പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു ഭരണകക്ഷി MLA ആ ഭരണകക്ഷിയിലെ മുഖ്യമന്ത്രിയോടും ആ ഭരണകക്ഷിയിലെ പ്രധാനപ്പെട്ട ആളുകളെയും കൃത്യമായി വലിയ രീതിയിലുള്ള ശക്തമായ ഒരു ആരോപണത്തിൻ്റെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് മാസങ്ങളോളം കേരളം മുഴുവൻ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ ഒരു MLA രാജിവെക്കുകയാണ്. ആ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു MLA ആണ്, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിൽ പറഞ്ഞു, ഇതിൽ നേരത്തെ കോൺഗ്രസിൻ്റെ ആൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കിതിലൊരു ഒരു 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 കാര്യം ഉണ്ടായിട്ടില്ല, ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒന്നും ഇടപെട്ടിട്ടില്ല എന്ന്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൃത്യമായി അൻവർ എന്ന് പറയുന്ന MLA കോൺഗ്രസിൻ്റെ ആളുകളെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽമെൻ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് രാജിവെച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പല സമയത്തും പല നടപടികളും സ്വീകരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MLA അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആയിട്ട് ആരാണ് മത്സരിച്ചത്? സരിനല്ലേ? അദ്ദേഹം ആ
ഇത് ഇദ്ദേഹം കുറെ കാലമായിട്ട് ബി ജെ പിയോടൊപ്പം അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ അങ്ങനെ പറയല്ലേ. ഏപ്രിൽ മാസത്തിൽ മോൻസ് ജോസഫുമായിട്ട് മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ജോസഫ് ഗ്രൂപ്പിന്റെ യോഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രം തൊട്ടുപുറകെ വന്നിരുന്നു. മുനമ്പം വിഷയത്തിൽ ബി ജെ പി നേതാക്കളുമായി അദ്ദേഹം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബി ജെ പി ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, വസ്തുതകൾ മറച്ചു വെച്ച് സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പ് ചില നിർണായക വിഷയങ്ങളിൽ അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഒറ്റ രാത്രി കൊണ്ടൊന്നും ആരും മാറില്ലല്ലോ. കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുത്തുള്ള അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നില്ലേ, സംസ്ഥാന ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയല്ലേ. അങ്ങനെയുള്ള ഒരാൾ ഒറ്റയടിക്കൊന്നും മാറില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അതങ്ങനെ തന്നെ. ഈ അൻവർ എന്ന് പറയുന്ന MLA ആയിട്ട് ഇപ്പോൾ CPM 9 വർഷക്കാലം തലയിൽ വെച്ചാൽ പേനായിരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ അൻവറിനെ കൊണ്ടു നടന്നത് നമുക്കറിയാം, നമ്മൾ കാണുന്നതാ. അമ്പുക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടു നടന്ന അൻവർ ഏത് പാർട്ടിയിൽ നിന്ന് വന്നതായിരുന്നു? അദ്ദേഹം മത്സരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിഹ്നത്തിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കില്ല എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്രനെ, കോൺഗ്രസിൽ നിന്ന് കുറച്ച് വോട്ടുകൾ കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്വതന്ത്രനെ കണ്ടെത്തി ജയിപ്പിച്ചു കൊണ്ടുവന്നാൽ 9 വർഷം മുമ്പ്, ശരി അല്ലേ? അതാണ് പറയാനുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കാൻഡിഡേറ്റ് കൃത്യമായി അദ്ദേഹം ദേശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾ തന്നെയാണ്. ശരി, ചോദ്യങ്ങളാണ്. എനിക്ക് ചോദിക്കാനുള്ളത് UDF പ്രതിനിധിയോടാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം UDFിൻ്റെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രദേശത്തൂടെ കടന്നുപോയി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചൊരു കാര്യമുണ്ട്. 1991 കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ആ സാക്ഷരതാ പദ്ധതി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു ആശയമാണ് എന്ന് ഇവിടെ പല സ്ഥലങ്ങളിലും ഷൗക്കത്തിൻ്റെ അനുയായികൾ പ്രസംഗിക്കുന്നത് കേട്ടു. ഇത്രയും ചരിത്ര ബോധമില്ലാത്ത ആളുകളെ കൊണ്ടു നടന്ന് ഇതുപോലെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കോമാളി വേഷം കെട്ടിക്കരുത് എന്നാണ് പറയാനുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് വളരെയേറെ വേറിട്ടൊരു നിയോജക മണ്ഡലം. കാരണം 2 ദുരന്തങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരു മണ്ഡലം അത്. പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും. മറ്റൊന്ന് ഈ കഴിഞ്ഞ ഇവിടെ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ബാക്കി പത്രവും നമ്മളുടെ ഈ പഞ്ചായത്തിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു നാട്ടിലൊരു ജനപ്രതിനിധി ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടാവും. ഇപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമ്മളുടെ ബഹുമാനപ്പെട്ട UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഒരു ചിത്രം നമ്മൾ കണ്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് 2 വാഴക്കൊലയുമായി അദ്ദേഹം ഈ നാട്ടിലൂടെ പോകുന്നു. ഈ ദുരന്ത കാലത്ത് 2 വാഴക്കൊല എന്ത് ചെയ്യാനാണ്? അതിന് മറ്റൊന്ന് ഇവിടെ LDF എന്നൊരു പ്രസ്ഥാനം ഇവിടെ നടത്തിയിരുന്നു. ഈ പഞ്ചായത്ത് സ്റ്റാൻഡിൽ ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇവിടെ ഭക്ഷണത്തിൻ്റെ മറ്റു കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ വസ്തുക്കളുമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ കണ്ടത് ഇങ്ങനൊരു അവസ്ഥയിലാണ്. അപ്പം അതിൽ നിന്ന് വേറിട്ട് ഇനിയും ജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് സ്വരാജ് പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം. അപ്പോൾ ആ പ്രസ്ഥാനത്തിനെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് ഇവിടെ നേരിട്ടുള്ളത്. നമുക്ക് പറയാനുള്ളത് മറ്റൊന്നു കൂടിയുണ്ട്. കഴിഞ്ഞ വയനാട് വയനാട് ദുരന്തം നടന്നു. നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരികയുണ്ടായി. അദ്ദേഹത്തിൽ നിന്നും വലിയ പ്രതീക്ഷയാണ് നമ്മൾ വെച്ച് പുലർത്തിയത്. അദ്ദേഹം വന്ന വിമാനത്തിന് പോലും ഈ പിച്ച കാശിൽ നിന്ന് അതിൻ്റെ എണ്ണയടിച്ചതിൻ്റെ പൈസയും കൂടെ കൊടുക്കേണ്ട ഗതികേടിലേക്ക് പോയി മലയാളി. മറ്റൊന്ന്, കഴിഞ്ഞ പ്രളയകാലത്ത് ഇവിടെ അരി തന്നു, നമ്മളൊക്കെ കണ്ടതാണ്, നമ്മൾ വലിയ സന്തോഷിച്ചു. പക്ഷേ പിന്നീട് അതിൻ്റെ ബില്ല് പുറകെ വന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരു ചരിത്രവും നമുക്കുണ്ട്. അപ്പം എങ്ങനെ നമ്മൾക്ക് ഈ 2 UDFിനെയും അതുപോലെ തന്നെ BJP മുന്നണിയെയും വിശ്വസിക്കാൻ കഴിയും? ഇവിടെ ബഹുമാനപ്പെട്ട ഒരു പ്രതിനിധി ചോദിച്ച ചോദ്യം, സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളം എത്തി നിൽക്കുന്ന സമയത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് വന്നപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണല്ലോ. ഞാൻ അതിന് ആമുഖമായിട്ടൊരു കാര്യം ബഹുമാനപ്പെട്ട സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രഖ്യാപനം കേട്ടിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്താണ്? സമ്പൂർണ്ണ വലിച്ചെറിയൽ മുക്ത കേരളം, സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം, നവകേരള സൃഷ്ടിയുടെ ഭാഗമാണ്. ഏതെങ്കിലും പഞ്ചായത്തിൽ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാലിന്യം ഇല്ലാത്ത ഒരു പ്രദേശം ഈ പരിസര പ്രദേശത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പ്രഖ്യാപനങ്ങൾ ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ടാകാം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയും ആ സാക്ഷരതയെപ്പോലെ തന്നെ നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ വന്നുകൊണ്ടുള്ള സമ്പൂർണ്ണ IT വൈദഗ്ധ്യവും പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയൊക്കെയാണ് മലപ്പുറം ജില്ല. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകാറില്ല. നിലമ്പൂരിൽ ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ
പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. ജ്യോതിർഗമയ, സർഗമയ എന്ന ഒരുപാട് പദ്ധതികൾ. ഈ കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രഖ്യാപനം ഞാൻ കേൾക്കുകയുണ്ടായി. നമ്മുടെ അമരമ്പലം പഞ്ചായത്തിൽ 1000 വീടുകൾ കൊടുത്ത പഞ്ചായത്ത് അമരമ്പലം ലൈഫിലല്ലേ? ലൈഫിൽ അത് വലിയ ഹൈലൈറ്റായി വലിയ വാർത്തയാക്കി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കൂട്ടി നോക്കുക. ഇവിടെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്ന കാലത്ത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ആ ഗ്രാമസഭകളിൽ നിന്ന് അർഹരായ ആളുകളെ മോണിറ്റർ ചെയ്ത് അത് കർമ്മസമിതിയിലൂടെ ഭരണസമിതി പ്രഖ്യാപിക്കുന്ന ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ വർഷവും ഓരോ ഗ്രാമപഞ്ചായത്തിലും ആവറേജ് ഒരു വാർഡിൽ 5 വീടുകൾ കൊടുത്തിരുന്ന ചരിത്രമുണ്ട്. 5 × 5 25 വെച്ച് ഒരു വർഷം എത്ര വീടുകൾ ഈ പഞ്ചായത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടാകാം? അങ്ങനെ 5 വർഷക്കാലമാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ കൊടുക്കുന്ന സാഹചര്യത്തിലാണ് പൂക്കോട്ടും പാടത്ത് കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് ഭവന പദ്ധതിക്ക് അപേക്ഷ വാങ്ങിയവർക്ക് ഇപ്പോഴും അവിടെ കൊടുക്കാൻ സാധിച്ചത് 1000 വീടാണ്. ഈ പഞ്ചായത്തിൽ കൊടുത്തത് എത്രയാണെന്ന് നമുക്കറിയാം. 517 വീടുകളായി പഞ്ചായത്തിൽ കൊടുത്തത്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെയുള്ള കാലഘട്ടത്തിന് മുൻപ് തന്നെ ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ 1000 വീട് പദ്ധതി പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയി. ആ വീടുകൾക്ക് ഒപ്പിടാൻ വന്നപ്പോ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോ 1000 വീട് പദ്ധതിക്ക് വേണ്ടി പദ്ധതി വെച്ച് കൊണ്ടുപോയി. ആ സമയത്ത് ഒരു കാര്യം കൂടെ പറയട്ടെ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ആ പദ്ധതിക്ക് ഒപ്പുവെക്കുന്ന സമയത്ത് ഒപ്പുവെക്കാൻ വന്ന ആയിഷ താത്തയും ഖദീജ താത്തയും ഒപ്പിടാൻ കഴിയാതെ പ്രയാസപ്പെട്ടത് വേദിയിൽ വെച്ച് സംസാരിച്ചതിന്റെ റെക്കോർഡുകളെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുശേഷമാണ് ആളുകൾക്ക് സമ്പൂർണ്ണ സാക്ഷരത വേണമെന്ന പ്രഖ്യാപനത്തോടുകൂടി ആ പഞ്ചായത്ത് പ്രഖ്യാപനം ഉണ്ടായത്. നമ്മൾ ഈ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അഭിമാനകരമായി, ഞാൻ ഇതിൽ ഇടപെട്ടുകൊണ്ട് പറയല്ല, ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഈ നാടിൻ്റെ അഭിമാനകരമായി നാടിനെ വളരെ ശുചിത്വപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ നാടിൻ്റെ കുടുംബശ്രീ പോലെ, സാക്ഷരത പോലെ വെളിച്ചം പകർന്ന നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. അതൊക്കെ നമ്മൾ ഓർത്തുപോയി. ഞാൻ നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഇവിടെ ആർഷോയിലേക്ക് വരികയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഇവിടെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ, ലൈഫിനെ ചോദ്യം ചെയ്തു. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് എന്ന അവരുടെ സ്ഥാനാർത്ഥിയുടെ ക്രാന്തദർശിത്വം അവതരിപ്പിക്കുകയും ചെയ്തു വെച്ചിട്ടുണ്ട്. ആർഷോയ്ക്ക് പറയാം. ഞാൻ അവരുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊന്നും സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുചിത്വമുള്ള കേരളം സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനം കേവലം സർക്കാർ സംവിധാനം മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളാകെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ശുചിത്വ കേരളത്തെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിപുലമായിട്ടുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാടിനകത്ത്. നാട്ടിലിറങ്ങി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാവും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിലെ മനുഷ്യരാകെ നമ്മുടെ നാട് ഏറ്റവും വൃത്തിയോടുകൂടി ഇരിക്കുക, ശുചിത്വത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ആകെ ആരോഗ്യത്തിന്, ഈ നാടിൻ്റെ ആകെ നല്ല നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ആ കാഴ്ചപ്പാടോടുകൂടിയ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ഈ പറഞ്ഞ പോലെ ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സ്ഥിതിയൊന്നുമില്ല. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവും അനുഭവവും. ഈ നാട് ഒരുമിച്ച് നിന്ന് നാടിൻ്റെ മുഖം മാറ്റുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് ഹാലിളകാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഘട്ടത്തിലല്ല. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ UDF കൺവീനർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിൻ്റെ ഓർമ്മ നമുക്കുണ്ടാകും. ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നുള്ളതായിരുന്നു അന്ന് MM ഹസൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളാകെ പറഞ്ഞു ലൈഫ് മിഷൻ ഈ നാടിനകത്ത് നിലനിൽക്കണം, ലൈഫ് മിഷനുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ ഈ നാടിനകത്ത് വേണമെന്നതിൻ്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമായിരുന്നു 2021 കേരളം കണ്ടത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പതിറ്റാണ്ടുകളോളം ഇവർക്ക് MLA ഉണ്ടായിരുന്ന, മന്ത്രി ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 2323 കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മനുഷ്യർ,
അങ്ങനെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെയാണ് അവർക്ക് സ്വന്തമായി വീട് ലഭ്യമാകുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ഈ വിധത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇവർക്ക് ആക്ഷേപമാണ്. നമുക്ക് കണക്കെടുത്ത് പരിശോധിക്കാം. ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മുൻ കോൺഗ്രസിന്റെ MLA ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ദീർഘകാലം MLA ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയ എത്ര ഭവനങ്ങളുണ്ട്? കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയ എത്ര ഭവനുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കണക്കെടുപ്പ് നടത്താൻ ഒരു പ്രയാസമില്ല. ആ വിധത്തിൽ ഈ മണ്ഡലത്തിലെ ഓരോ മേഖലയിലും ഇപ്പൊ ലൈഫ് മാത്രമല്ലല്ലോ, കഴിഞ്ഞ കുറച്ചധികം ദിവസമായി ക്ഷേമ പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ KC വേണുഗോപാൽ മുതൽ ഇവരുടെ ബൂത്ത് സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് ഹാലിളകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ നാട്ടിലെ മനുഷ്യനെ നെഞ്ചുറപ്പോടുകൂടി നട്ടെല്ലുയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഉതകുന്ന നിലയിലേക്കുള്ള ഇടപെടലുകൾ ഒരു ഗവൺമെന്റ് നടത്തുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്നതിനു വേണ്ടിയും തകർക്കുന്നതിനു വേണ്ടിയും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജനം കാണുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടി ജനം വിലയിരുത്തും. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ നിലമ്പൂർ നിയോജക മണ്ഡലം, അവിടുന്ന് ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യം BJPക്ക് എല്ലാ കാലവും നിങ്ങൾ നേരിടേണ്ടി വരുന്നതാണ്. പ്രത്യേക സാമ്പത്തിക സഹായം ചൂരൽമല ദുരന്തത്തിൽ നൽകിയിട്ടില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും വളരെ കൈയച്ച് പ്രത്യേക സാമ്പത്തിക സഹായം നൽകിയപ്പോൾ കേരളത്തിന് ആ ദുരന്തത്തിന് നൽകിയിട്ടില്ല എന്ന ഗുരുതരമായ വിമർശനം ഇന്നുവരെയും ഈ നേരം വരെയും കേന്ദ്ര സർക്കാർ നേരിടുകയാണ്. അതാണ് ഇവിടുന്ന് വന്ന ചോദ്യം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു, ഈ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തായിരുന്നു ഒരു കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ദുരന്തം, നമ്മളൊക്കെ ഞെട്ടിവിറച്ചിട്ടുള്ള 298 ആളുകൾ മരണപ്പെട്ടിട്ടുള്ള ആ ദുരന്തത്തിൽ എന്തായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം ഞാൻ തിരിച്ചു വെക്കുകയാണ്. ഇതും പഠിപ്പിച്ചു അല്ല, പറയട്ടെ, എല്ലാം കൃത്യമായി അക്കമിട്ടുകൊണ്ട് പറയാം. അവിടെ പുനരധിവാസത്തിന് പണം ആദ്യം നൽകിയ എത്രയാ? 378 കോടി പാസാക്കി. അതോടനുബന്ധിച്ച് റോഡിന് അവകാശപ്പെട്ട എല്ലാ സ്റ്റേറ്റിനും എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അവിടെയും വിനിയോഗിക്കണം, തിരുവനന്തപുരത്തുണ്ടായാൽ ആ ജില്ലയ്ക്കും കൊടുക്കണം. അങ്ങനെ എല്ലാ ജില്ലകളിൽ ഒന്നു മാത്രമായി വയനാടിന് അതിൻ്റെ ഒരു വിഹിതം കിട്ടും. ചോദിച്ചത് നാടതല്ല, ചോദിച്ചത് ചൂരൽമല ദുരന്തത്തിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജ് വേണം. ഞാൻ പറയട്ടെ, എത്രയാണ് കേരള സർക്കാരിന്റെ കയ്യിൽ? 762 കോടി രൂപയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുത്ത പണം ഇരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവിടെ കാര്യം നടക്കുന്നത്. നിങ്ങളുള്ള പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്താണ് വരാനുള്ളത്? ഈ പണം എടുത്തു കൊടുക്കണ്ടേ? ഒരു ദുരന്തം എന്താണ് വരാനുള്ളത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ, രാഷ്ട്രീയ ചോദ്യമല്ല. രാഷ്ട്രീയ ചോദ്യമല്ല. അതോടനുബന്ധിച്ച് ഇത് വരാനുണ്ടായ ഒരൊറ്റ കാര്യം കൂടി പറയാം. ഇതിന് തൊട്ട് മുൻപുണ്ടായതാണ് നമ്മുടെ ഈ പറഞ്ഞ ഈ തൊട്ടപ്പുറത്തെ കവളപ്പാറയിലെ ദുരന്തം. ഇവിടെ കേരള സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയാന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ജോലി. നിങ്ങൾ ചെയ്യുന്ന നടപടികളാണ് ഞാൻ പറഞ്ഞത്. അത് നോക്കിയിട്ടാണ് ഇവിടെ തരാതിരുന്നത്. അങ്ങനെ ഒരു കേസ് മോദി സർക്കാരിനുണ്ടോ? കവളപ്പാറയിൽ നിങ്ങൾ പെർഫോം ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചൂരൽമലയിൽ പണം തരുന്നില്ല എന്നുണ്ടോ? റോഡിന് 111.32 കോടി റോഡിന് കൊടുത്തില്ലേ? നിങ്ങൾ ഈ കണ്ണടച്ചിട്ടാക്കല്ലേ? കൃത്യമായി ഓരോ കണക്കും പറയാം. പൈസ കൊടുത്തു തന്നെയാണ് പറഞ്ഞത്. അവിടെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാരിന് നേരിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട്. ഒറ്റ പൈസ വിഴിഞ്ഞം പദ്ധതി കൊടുക്കാതെ മേനിയടിക്കുന്നതാണ് BJPയുടെ നയം. ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. 12,000 കോടി തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഒറ്റ പൈസ കൊടുത്തില്ല. എന്റെ ചോദ്യം UDF പ്രതിനിധിയോട്. ഞങ്ങൾ ഇവിടെ സാധാരണക്കാരായ മനുഷ്യരാണ്. നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. UDF പ്രതിയുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും മുമ്പുണ്ടായിരുന്ന നിങ്ങളുടെ MLA ഈ നാടിന് വേണ്ടി എന്തു ചെയ്തു, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നതിനെക്കുറിച്ച് ഒരു കാര്യത്തിലും വിശദീകരിച്ചില്ല. അതേസമയം LDFിനെ പ്രതി കൃത്യമായി പറയുന്നു, ഇതാ ഇത്ര തുക ചെലവാക്കിയിട്ടുണ്ട്, ഇത്ര ലക്ഷം വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ പദ്ധതികൾക്ക് ആവശ്യത്തിന് പണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കാണുന്നില്ല. അത് വിശദമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. UDFിൻ്റെ പ്രതിനിധിയോടാണ് ചോദ്യം. പിന്നെ നിങ്ങളുടെ ദേശീയ നേതാവ് വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു പെൻഷൻകാർ കൈക്കൂലിക്കാരാണെന്ന്. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരള സമൂഹത്തോട് മാപ്പ് പറയാൻ തയ്യാറാകുമെന്ന എൻ്റെ ചോദ്യം. 25-30 വീടൊക്കെ കൊല്ലം കൊടുക്കുന്നതാണല്ലോ. ഇവിടെ ജനകീയ ആസൂത്രണം തുടങ്ങി അന്നേ നിങ്ങൾ ബടിയക്കൽ തുടങ്ങി. ജനകീയ ആസൂത്രണം EMS കൊടുത്ത അന്നേ നിങ്ങൾ ബടിയക്കൽ തുടങ്ങി. രണ്ടാമത് ജനകീയ ആസൂത്രണത്തിൽ 1-2 യോഗത്തിൽ ഈ എളിയ പ്രവർത്തകം കൂടാതെ നിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു കൊല്ലത്തിൽ ജനകീയ ആസൂത്രണം കൂടിയാൽ ഒരു വാർഡിക്ക് എത്ര കിട്ടലെന്നോ? 2 എണ്ണം.
അല്ല, അല്ല. മനസ്സിലാക്കണം. ഒരിക്കലും ലൈഫ് അല്ല. വന്നപ്പോഴോ? ഒരു മിനിറ്റ്. മൂന്നാമത്തെ ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് കിട്ടും. അങ്ങനെ 5 കൊല്ലത്തിൽ 3 വട്ടം കൊടുക്കും. അത്രയല്ലേ കൊടുക്കലുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞു അല്ല, ഒരു മിനിറ്റ്. സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൺ സീനിയർ സിറ്റിസൺ 2024 ഒരു അനുഭവം പറഞ്ഞുതരാം. 2024 ടി കെ ഹംസാക്ക വന്നപ്പോൾ കോടാലി പോയില്ല. ഞങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഹംസാക്കാൻ്റെ നാട്ടുകാരെ ഭൂരിഭാഗം ഹംസാക്കാനെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഹംസാക്ക പറഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ബലമൊക്കെ മറുപടി, ഞാൻ ഈ നിൽക്കുന്നത് വരെ ഞാൻ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് കറുപ്പിച്ച് തരാം, അത് നിങ്ങൾ പറ്റുള്ളൂ, ഞാൻ ഇവിടുന്ന് തള്ളിയാ കൊണ്ടേതന്ന്. എന്നാൽ ആ ഹംസാക്ക ജയിച്ചതിന് ഞങ്ങളാരും അറിഞ്ഞിട്ടല്ല. അവർക്കെല്ലാം എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് എത്തിച്ചാൻ പറഞ്ഞു. എത്തിച്ച് 8 ദിവസം കൊണ്ട് പണ്ടും അനുഭവിച്ചു വന്നു. കല്ലും വിറവ് തുടങ്ങി. അന്ന് നമ്മളവിടുന്ന് കോൺഗ്രസ്സുകാർ ആര്യാൻ്റെ അടുത്തേക്ക് പോയി, നിങ്ങളെ ബഹുമാനപ്പെട്ട നമ്മളെ നേതാവിൻ്റെ അടുത്തേക്ക്. ഇപ്പോൾ പോയിട്ട് 4-5 ആൾ പോയിട്ട് ഇത് വിസക്കുപ്പിയാണ്, ഇങ്ങോട്ട് കാട്ടിക്കൊടുത്തു ആര്യാടുന്ന്, ഇത് വിസക്കുപ്പിയാണ്, ഞാൻ ഈ കോൺഗ്രസ്സുകാരായിട്ട് പോകില്ല. ഹംസാക്കാരുടെ കല്ല് 8 മാസം കൊണ്ട് വിറവ് തുടങ്ങി. ഇതൊക്കെ ഇവിടെ പ്രിയ സുഹൃത്ത് ആര്യടൻ ഷൗക്കത്ത് പ്രളയകാലത്ത് വാഴപ്പഴം കൊണ്ടേ കൊടുത്തതിനെ പരിഹസിച്ചു. വാഴക്കൊല കൊണ്ടുപോയി. എന്തോ ആവട്ടെ, വാഴക്കൊല തന്നെയാണല്ലോ പഴം. ഓക്കെ. അപ്പോൾ അതിനുശേഷം ആ പ്രളയത്തിന് ശേഷം അത് മാത്രമൊന്നുമല്ല, ആ നഗറിൽ പെട്ട ആളുകൾക്ക്, പാവങ്ങൾക്ക് വസ്ത്രമായാലും കുടിവെള്ളമായാലും മരുന്നായാലും എത്തിച്ചിട്ടുണ്ട്. അത് കാണാതെ പോകണ്ട. ഞാൻ ബഹുമാനപ്പെട്ട ആർഷോയോടാണ് അദ്ദേഹം പറഞ്ഞു കഴിയട്ടെ, നിങ്ങൾക്ക് സംസാരിക്കാമല്ലോ. എന്നോട് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നിങ്ങൾ തീരുമാനിക്കാം. ഈ കുമ്പളപ്പാറ കോളനിയിലും അതേപോലെ നഗർ, അതേപോലെ ഇരുട്ടുത്തി നഗറിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. ആ പ്രളയവുമായി ബന്ധപ്പെട്ടിട്ട് അത് ഈ ആര്യാടൻ ഷൗക്കത്താണ് അവിടുത്തെ സുധ എന്ന് പറയുന്ന ഒരു ആദിവാസി സഹോദരിയും കൊണ്ട് ഹൈക്കോടതിയിൽ പോയത്. ഈ പഞ്ചായത്ത് കൊടുത്ത റിപ്പോർട്ട് എന്താണെന്നറിയോ? അവർക്ക് വാസയോഗ്യമായ വീടുണ്ടെന്നാണ്. ജഡ്ജി വന്ന് അന്വേഷിച്ചിട്ടാണ് മനസ്സിലായത് അവിടെ വാസയോഗ്യമായ വീടില്ല എന്നുള്ളത്. ഈ 2019 ദുരന്തത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു. കേരള സർക്കാർ എന്തു കൊടുത്തു? ഞാൻ കവളപ്പാറ ദുരന്തം നടക്കുന്നതിൻ്റെ 500 മീറ്റർ അടുത്തുള്ള ആളാണ്. ഈ കവളപ്പാറ ദുരന്തം നടന്നിട്ട് ഈ ഗവൺമെൻറ് അല്ലാതെ അതിൻ്റെ പുറത്ത് യൂസുഫ് അലി 2 കോടി രൂപയല്ലാതെ വേറെ ഒരാൾ ഒരു പൈസ, ചിലർ 10ഉം 5ഉം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ദുരന്തം നടന്ന് 1 മാസം ആയപ്പോൾ അവിടെ 59 ആൾ മരണപ്പെട്ട് അതിൽ 11 ബോഡി കിട്ടാണ്ട്. ആ 11 ബോഡി കിട്ടാനുള്ളതും മരണപ്പെട്ടതായി കണക്കൂട്ടി ഈ 4 ലക്ഷം രൂപ വീതം മരണപ്പെട്ടവർക്ക് 4 ലക്ഷവും 10 ലക്ഷം ഒന്നും അതിന് പകരാവില്ല. അത് 1 മാസം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് അത് വിതരണം ചെയ്യുമ്പോൾ നമ്മളെ ബഹുമാനനായ മറ്റേ വഹാബ് സാറ് അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് എന്താ അറിയോ? കേരളത്തിൻ്റെ ചരിത്രത്തിലല്ല, ഇന്ത്യയുടെ ചരിത്രത്തിലല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ദുരന്തം നടന്നിട്ട് 1 മാസത്തിനുള്ളിൽ ഈ പൈസ വിതരണം ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് മുൻപുണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ്റിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ കൂട്ടത്തിലിട്ട ഒരുപാട് ആൾക്കാരുണ്ട്. 2ാം ഘട്ടം, ആദ്യം അവിടെ വീട് പോയിട്ടുള്ളത് 24ഓളം വീടാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവർക്ക് 10 ലക്ഷം രൂപ ആദ്യഘട്ടം കൊടുത്തു. ഈ ദുരന്തമുഖത്ത് വന്ന യൂസുഫ് അലി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി 2 കോടി റുപ്യ വീട് വെക്കാൻ കൊടുക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഒരു ഭാഗത്ത് വഹാബ് സാറ്, മറ്റൊരിടത്ത് MLA. അതിന് ഇവരെ 2 പേരെ ചുമതലപ്പെടുത്തുകയാണ്, അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വീട് ശൂന്യാകാശത്ത് വെക്കാൻ പറ്റില്ലല്ലോ, സ്ഥലം വേണ്ടേ? ആ 33 വീടിന് 2 കോടി റുപ്യ ഗവൺമെൻറ് ഓരോ ഗുണഭോക്താക്കളും 7 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. 2ാം ഘട്ടം അങ്ങനെ ഏകദേശം 140ഓളം ആളുകൾക്ക്, അല്ല പറയണം, ഇത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. 140 ആൾക്കാരോളം ഈ 10 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 33 ആൾക്കാർക്ക് മാത്രം 7 ലക്ഷം റുപ്യ വീട് യൂസുഫ് അലി കൊടുത്തല്ലോ. അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി 80 ലക്ഷം റുപ്യ സംസ്ഥാന ഗവൺമെൻറ് നേരിട്ടാണ് അനുവദിക്കുകയാണ് ചെയ്തത് ഈ വീടിൻ്റെ പരിസരത്ത്. അതിൻ്റെ പുറത്ത് 65 ലക്ഷം റുപ്യ കുടിവെള്ളത്തിന് അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതല്ലാതെ ഞാൻ ഒന്നും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ MP ഒറ്റ ചുരുക്കി പറയാം, MP അവിടെ വന്നപ്പോൾ, രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒപ്പല്ല ആൾക്കാരാണ്. ഞങ്ങൾക്ക് ചില സന്ദർഭത്തിൽ
അല്ല പറയണല്ലോ, അല്ല പറയാതിരിക്കാൻ പറ്റൂല. നിങ്ങൾ ചുരുക്ക്. ചോദിക്കട്ടെ ആ, ചോദിക്കട്ടെ ഒരു വലിയ ദുരന്തത്തെ മറുപടി പറയും. ദുരന്തത്തിന് ശേഷമുള്ള അനുഭവം എന്ന നിലയ്ക്കാണ് മറുപടി പറയും. വേഗം പൂർത്തിയാക്കൂ. ഈ MP ഇവിടെ വന്നപ്പോ നമുക്ക് ഓരോ ആൾക്കാരോട് ഒരു സന്തോഷം തോന്നും. രാഹുൽ ഗാന്ധി അവിടെ വന്നപ്പോ തോന്നി. ലൈഫ് ഭവന പദ്ധതിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സ്നേഹിതൻ ആർഷോ ഇവിടെ സൂചിപ്പിച്ചു. ബഹുമാനപ്പെട്ട സീനിയർ സിറ്റിസൺ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനകീയാസൂത്രണത്തിന്റെ മേൽമയെക്കുറിച്ച് പറഞ്ഞു. ആ ജനകീയാസൂത്രണത്തിന്റെ പിതാവ് ആരാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കും നിങ്ങൾക്ക് പറയാം. പക്ഷെ അതിന്റെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുത്തോളൂ, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ഭവന പദ്ധതി വന്നപ്പോൾ ഈ പഞ്ചായത്തിൽ എത്ര വീട് കൊടുത്തു എന്ന് ഞാൻ ചോദിക്കുന്നു. ഈ നിയോജക മണ്ഡലം എത്ര വീട് കൊടുത്തു എന്ന് കണക്ക് ഞാൻ ചോദിക്കുന്നു. കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയട്ടെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നുമ്പോൾ ഓരോ വർഷവും അങ്ങനെ 5 വർഷക്കാലത്തെ ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 4672 വീട് ഈ നിയോജകം, വീണ്ടും ഓർമ്മിച്ചു വെച്ചോളൂ, 4762 വീട് ഈ നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൊടുത്തതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി. ഒന്നുകൂടി പറയട്ടെ, ലൈഫ് ഭവന പദ്ധതി വന്നപ്പോൾ ഇവിടെ നിങ്ങൾ ഘോരഘോരം പറയുന്നുണ്ടല്ലോ, ഈ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും വരുമ്പോൾ പദ്ധതിക്ക് DPCക്ക് പോകുമ്പോൾ ആ DPCയിൽ എത്ര ശതമാനം മാറ്റിവെക്കണമെന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്? പഞ്ചായത്തിന്റെ വികസന പദ്ധതികളിൽ നിന്ന് നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി കൂടി പിരിച്ച പണമെടുത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രഖ്യാപനം നടത്താനല്ല ലൈഫ് കൊണ്ടുവന്നത്. നിങ്ങൾ അത്തരത്തിലല്ലേ നിങ്ങൾ ചെയ്തത്? ഞങ്ങൾക്ക് പറയാനുള്ളത്, ലൈഫ് ഭവന പദ്ധതിയിൽ നിങ്ങളുടെ കേരളത്തിന്റെ ഗവൺമെന്റ് 1 ലക്ഷം രൂപയാണ് തരുന്നത്. ബാക്കി 3 ലക്ഷം രൂപ എവിടെ നിന്ന്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമായി പഞ്ചായത്ത് പറയട്ടെ. 2026 കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഹസൻ പറഞ്ഞതുപോലെ ലൈഫ് മിഷൻ പിരിച്ചുവിടുമോ? ഞാൻ വരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ EMS ഭവന പദ്ധതി പിരിച്ചുവിട്ടതുപോലെ ലൈഫ് ഭവന പദ്ധതി പിരിച്ചുവിടും. അസന്നിഗ്ധമായി പറയുന്നു, പിരിച്ചുവിടും. സംശയമില്ല. തദ്ദേശ പണമെടുത്തിട്ടാണ് ആ പണമെടുത്തിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കണ്ട. ക്ഷേമനിധി പെൻഷനെ KC വേണുഗോപാൽ ആക്ഷേപിച്ചു എന്ന വിമർശനം വന്നു. മറുപടി ഞാൻ പറയാം. ഓരോ വിഷയത്തിലേക്ക് വരും. ലൈഫിന് 1 ലക്ഷം സർക്കാരും 2,20,000 ഹഡ്കോ ലോൺ വഴി ഓരോ പഞ്ചായത്തിലും ലൈഫ് ഭവന പദ്ധതി വെച്ചപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ, അത് കേരളത്തിന്റെ അല്ലേ? ഒരു മിനിറ്റ്, സംസ്ഥാന സർക്കാരിന് കീഴിലല്ലേ? സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പദ്ധതി വിഹിതം വെച്ചല്ലേ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്? നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ? 2,20,000 രൂപ ഇവിടെ ജനിക്കപ്പെടുന്ന ഓരോ കുട്ടിക്കും അടുത്ത 10 വർഷക്കാലം ഗ്രാമപഞ്ചായത്തിന്റെ ബാധ്യതയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നേട്ടമല്ല. ക്ഷേമ പെൻഷനെ KC വേണുഗോപാൽ ആക്ഷേപിച്ചോ? ആ വാങ്ങുന്ന മനുഷ്യരെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങൾ ആടിനെ പട്ടിയാക്കുകയാണ്, പട്ടിയെ പേപ്പട്ടിയായി തല്ലിക്കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുണ്ട്. രോഹിൽ പ്ലീസ് ഒന്ന് കേൾക്കൂ. അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സുഹൃത്തെ, ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നത് എന്താണ്? KC വേണുഗോപാൽ ആക്ഷേപിച്ചോ? കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചു? അതിനൊരു രാഷ്ട്രീയ മറുപടി. KC വേണുഗോപാൽ MP പറഞ്ഞത് എന്താണ്? ഇവിടെ പെൻഷൻ അടിച്ചു മാറ്റപ്പെടുന്ന എത്ര കേസുകൾ ഈ സംസ്ഥാനത്ത് വരുന്നുണ്ട്? അതല്ല പറഞ്ഞത്. വാങ്ങുന്നത് കൈക്കൂലി പണമാണ് എന്ന് പറഞ്ഞാൽ ആ വാങ്ങുന്നവർ കൈക്കൂലിക്കാരാണെന്നല്ലേ? രോഹിൽ പറ. ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയതിന്റെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? KC വേണുഗോപാൽ പറഞ്ഞത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റിയതിന്റെ പേരില് അറസ്റ്റിലായ യൂത്ത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ പറയണം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നം എന്താണ്? ഈ പെൻഷൻ വിതരണം ചെയ്യാൻ അധികാരം ആർക്കാണ് കൊടുത്തത്? ആ അധികാരം കൊടുത്തത് ഇവിടുത്തെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൊസൈറ്റികൾക്ക് വേണ്ടിയുള്ള ചില ഉത്തരവിറക്കിക്കൊണ്ട് നിങ്ങൾ ഇതിൽ ഈ നാട്ടിലെ മനുഷ്യരുടെ അവകാശമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ പ്രവർത്തനങ്ങളെ ഞങ്ങൾ കാണുന്നത്. ഈ നാടിനകത്ത് നമുക്കറിയാം 62 ലക്ഷത്തോളം മനുഷ്യർ ആത്മാഭിമാനത്തോടെ കേരള സംസ്ഥാനത്തിനകത്ത് പെൻഷൻ വാങ്ങുന്നുണ്ട്.
ഈ നിയോജക മണ്ഡലത്തിനകത്ത് 40,000-ഓളം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യരെ ആകെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ഇവരുടെ ഹാലിളകൽ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ വിധം ആക്ഷേപിക്കുന്നതിന് വേണ്ടി കൈക്കൂലിക്കാരെന്നാണ് ഈ മണ്ഡലത്തിൽ മാത്രമല്ല 40,000 മനുഷ്യരെ ഇവർ മൈക്ക് കെട്ടി നിലമ്പൂർ അങ്ങാടിയിൽ നിന്ന് വിളിച്ചത്. ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നു, ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനുള്ള മറുപടി നാട് തരും. ആത്മാഭിമാനമുള്ള മനുഷ്യരെ നിങ്ങൾ കൈക്കൂലിക്കാരെന്ന് വിളിച്ചത് എന്താ? കൈക്കൂലിക്കാരാണ് ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പെൻഷൻ വിതരണം ചെയ്യാൻ അധികാരപ്പെടുത്തിയത് ആരെയാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വഴിയാണോ? അല്ല, നിങ്ങൾ പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെക്കാണ്. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് മാറ്റാമായിരുന്നില്ലേ? നിങ്ങൾ പ്രാദേശിക സൊസൈറ്റികളെ ഏൽപ്പിച്ച് പ്രാദേശിക ആളുകളുടെ കയ്യിൽ അതാണോ കോൺഗ്രസിന്റെ പ്രശ്നം? അതാണോ ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിലെ ഔദാര്യമായ പെൻഷൻ എന്ന് പറയുന്ന ഈ നയം പൊളിച്ചെഴുതോ? പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇവരാരെ ചുമതലപ്പെടുത്തിയേ? 2015 ഓഗസ്റ്റ് മാസത്തില് അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ വാക്കുണ്ട്, പെൻഷൻ വിതരണത്തിന് വേണ്ടി തപാൽ വകുപ്പിനെ ഏൽപ്പിച്ചു. അതാകെ താറുമാറായി. ആ താറുമാറായതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പെൻഷൻ വിതരണം ഈ നാടിനകത്ത് നടത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഞങ്ങൾ സർക്കാർ കുറെ കോടി കൊടുത്തു, ആ കോടിയാകെ തപാൽ വകുപ്പ് ഏതോ വഴിയിലാക്കി എന്ന് പറഞ്ഞതിന്റെ അനുഭവം നിങ്ങൾ നടത്തി കാണിച്ച അനുഭവം. എന്നാൽ ഞങ്ങളുടെ കാലഘട്ടം എത്തിയപ്പോ, ഇടതുപക്ഷത്തിന്റെ ഘട്ടം എത്തിയപ്പോ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യന്റെയും കരങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒറ്റപ്പെട്ട സംഭവം ഈ മലപ്പുറം ജില്ലക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് അംഗമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാ പെൻഷൻ മരണപ്പെട്ട ആളുകളുടെ പെൻഷൻ അടിച്ചു മാറ്റി. തൃശൂർ ജില്ലയിൽ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ ചർച്ച കൊണ്ടുപോകണ്ട. ഇവിടെ നമുക്ക് തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്. ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തോട് യാതൊരു യോജിപ്പുമില്ലാത്തവരാണ് ഇവരിലിരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും. ഒന്ന്. രണ്ട്, കേരളമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. ഏറ്റവും അധികം ആളുകൾക്ക് 62 ലക്ഷം പേർക്ക് 1,600 രൂപ വെച്ച്. അപ്പോൾ ഈ പദ്ധതി നിങ്ങൾക്ക് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ പറയാനുള്ളത്? ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇവർ കൊടുക്കുന്നു, അടിച്ചു മാറ്റുന്നു, ഇത്തരത്തിലൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയല്ല, ആ രീതി ഇവർ രണ്ടുപേരും എന്താണ് ചർച്ച ചെയ്യുന്നത്? ആരാണ് ഏറ്റവും മോശക്കാരി എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ നിലപാട് ഞാൻ പറയട്ടെ, അഴിമതി നടത്തിയ കാര്യമൊക്കെ നമുക്ക് പറയാം. അഴിമതി 6 പതിറ്റാണ്ട് കാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയിട്ടുള്ളതെന്ന് അറിയാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് തല്ലുകൂടിയിട്ട് ഈ ആളുകളെ വിഡ്ഢികളാക്കണ്ട. ഈ വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഒന്നാണ്. ഞാൻ പറയട്ടെ, ഈ 35 വർഷക്കാലം ഇവിടെ ഭരിച്ചപ്പോൾ ഈ നിലമ്പൂരിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ 35 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് പറയാല്ല. 9 വർഷക്കാലത്ത് നിങ്ങൾ ഇവിടെ വികസനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിയില്ല. രാജ്യത്തെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനം. അതെന്തുകൊണ്ട്? ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസാരികൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാലം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ഇവരുടെ ഭരണനയമാണെങ്കിൽ ഇവരുടെ എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും പൽപ്പും മഹാത്മാ അയ്യങ്കാളിയും ഈ പറയുന്ന ഇവരൊക്കെ ഇവരെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണാണ് ഈ കേരളത്തിന്റെ മണ്ണ്. കൊണ്ടുണ്ടായിട്ടുള്ളതല്ല. ഇവിടെ എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഈ കേരളത്തിൽ നിന്ന് അമ്മയെ വിദേശത്ത് പോയി അവിടെ തൊഴിലെടുത്ത് അവിടെയുള്ള മണലാരണ്യങ്ങളിൽ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വികസനവുമാണ് ഇവിടെ കേരളത്തിൽ. വികസനം എങ്ങനെ വരുന്നു ഒരു നാട്ടിൽ?
വികസനം കേരളം, ഞാൻ അതിന്റെ ഏറ്റവും പൊളിറ്റിക്സ് അല്ല കൂടുതൽ പറയുന്നത്, കേരളത്തിൽ വെള്ളത്തിന് എങ്ങനെ പണം വികസനം കൊടുക്കുന്ന ഉണ്ടാകുന്നു. ബി സംസ്ഥാനം ജെ പി അതിനെ കാണുന്ന ഒരു നറേഷൻ ഉണ്ടല്ലോ, അത് കേരളത്തിൽ എടുക്കാൻ കഴിയില്ല. യു ഡി എഫ് പ്രതിനിധിയോടാണ് ചോദ്യം. ഒന്ന്, ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം നിരന്തരമായി പറയുന്നു, ഇപ്പൊ യു ഡി എഫ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പെൻഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുമെന്ന് പറയുന്നു. ഇവിടെ DCC പ്രസിഡന്റിന്റെ ഗ്രൂപ്പാണെന്ന് അദ്ദേഹം പരസ്യമായോട് പറയുകയാണ്. അദ്ദേഹം ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് എത്രമാത്രം ആത്മാർത്ഥമായി ജോലിയെടുക്കണം എന്നുള്ളത് ആ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ അതിൽ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ പോത്തുകല്ലി പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന വെല്ലുവിളി വന്യജീവി ആക്രമണത്തെ നിരന്തരമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഇപ്പൊ നിരന്തരമായി വയനാട് പാർലമെന്റ് മെമ്പർമാർ ഇവിടെ വിജയിച്ചു പോകുന്ന വയനാട്ടിലുണ്ട്. ഏതെങ്കിലും ഒരു UDFന്റെ പാർലമെന്റ് മെമ്പർ ഈ പോത്തുകല്ലിൽ അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ നേരിടുന്ന വന്യജീവി വിഷയത്തിൽ എന്തെങ്കിലും നടത്തിയൊരു ഇടപെടൽ ഇവിടെ സമാനമായി ഇവിടെ രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അല്ല, വളരെ പ്രധാനപ്പെട്ട അങ്ങനെയെങ്കിൽ എനിക്ക് സമയം തരണം. ഞാൻ ഇതുവരെ ഇടപെട്ടില്ല. നിങ്ങൾ ദയവായി സാർ, നിങ്ങൾ ഒന്ന് ചുരുക്കുക. താങ്കൾ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് 2 കൊല വായക്കൊലയും കൊണ്ടുപോയെന്ന് ഇവര് മോശമാക്കി പറഞ്ഞു. 1500 ടൺ അരിയാണ് ഈ പൊയ്ത്ത് കിടക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കേണ്ട അരിയാണ് ഇത്. അതൊക്കെ ചോദിക്കട്ടെ 1500 ടണ്ണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഗോഡൌണിൽ വെച്ച വസ്തുത ഇത് TV ചാനൽ കാണാം. ഇത് കണ്ടോളി. ഉടുതുണിക്ക് മറുതുണില്ലാതെ എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് 7000 ചില ആൾക്കാർ ഇവിടെ തിങ്ങി താമസിക്കുന്ന ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ ക്ഷേമ പെൻഷൻ ആരെ കയ്യിലാണ് ഏൽപ്പിക്കണത്? ലോക്കൽ സെക്രട്ടറിന്റെ കയ്യിലല്ലേ എന്നൊക്കെ ചോദ്യം. ഈ പോത്തുകല്ല് പഞ്ചായത്ത് നിങ്ങൾ ഭരിക്കണ പഞ്ചായത്തിൽ അവിടെ ഭരിക്കണത് ഓരോ എത്ര കണ്ട് മുക്കിണ്ടെന്നില്ല ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് കൊണ്ടുവന്നിരുന്നത് 1600, ഞങ്ങൾക്ക് കൊണ്ടുവന്നത് 1600. 1980 45 റുപ്യ EK നായനാർ പാസ്സാക്കിയ ഈ ക്ഷേമ പെൻഷൻ ഒരു വികസനത്തിന്റെ കാര്യം ഇവിടുന്ന് എടുത്തിടാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളിത് മുടക്കുമെന്ന് പറഞ്ഞു പോയത്. നിങ്ങളെ കേസി വേണുപോലും അതൊന്നും വാക്ക് പറഞ്ഞ് ഇതിനെ ചിത്രീകരിക്കുന്ന വേറെ രീതിയിൽ കൊണ്ടുപോകണ്ട. വ്യക്തമായി പറയുന്നു, പെൻഷൻ കൊടുക്കുന്ന രീതി മാറ്റുമെന്നാ പറഞ്ഞത്. മാറ്റിയിരിക്കും. ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തുകളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഞങ്ങൾ വിതരണം ചെയ്യിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുഭവം ഈ നാടിനുണ്ടല്ലോ. ഒരു ചരിത്രം, ഒരു ഫാക്ട് നോക്കിയാൽ 1980 ഈ സുഹൃത്ത് പറഞ്ഞ പോലെ കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപ വരുന്നു. 2025 വരെയുള്ള ഈ കാലയളവിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 11-16 കാലയളവിൽ ഒരു തവണ ഒഴിച്ചാൽ UDF ഭരണകാലത്ത് ഈ പെൻഷനുകൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നിരന്തരം കുടിശ്ശിക വരുത്തി. കുട്ടേട്ടനിലേക്കാണ് ഞാൻ വരുന്നത്. അദ്ദേഹം കാളപ്പാറ പ്രളയത്തെക്കുറിച്ച് വളരെ ഘോരഘോരം പറഞ്ഞു. അവിടെ റോഡുണ്ടാക്കിയതും വെള്ളം ഉണ്ടാക്കിയതും അതുപോലെ തന്നെ അവിടെ വീട് നിർമ്മിച്ചതുമൊക്കെ. ബഹുമാനനായ യൂസുഫ് അലി സാഹിബിനെ ആ കവളപ്പാറ പ്രദേശത്തിലേക്ക് കൊണ്ടുവന്നതാരാ? PV അബ്ദുൽ വഹാബ് MP ആണ് കൊണ്ടുവന്നത്. ആർക്കും ആ വിഷയത്തിൽ തർക്കം ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചത്, കവളപ്പാറയിൽ നിന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് 33 വീടല്ല. അത് കുട്ടേട്ടൻ അറിയോ എനിക്കറിയില്ല. കവളപ്പാറയിൽ നിന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബ് പ്രഖ്യാപിച്ചത് 15 വീടാണ്. അദ്ദേഹം തിരിച്ച് ദുബായിൽ ചെന്നപ്പോൾ അവിടുന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഞാൻ അതിൻ്റെ ഇരട്ടി വീട് 31 വീടാണ് ദുബായിൽ നിന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ചെക്ക് കൃത്യമായിട്ട് എൻ്റെ സഹോദരനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഹാബിനെ അവിടെ വെച്ച് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, അവിടേക്കുള്ള റോഡ് കാര്യങ്ങളൊക്കെ അല്ല, അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ലീഗിന്റെ ഫണ്ടല്ല, MA യൂസുഫ് അലിന്റെ ഫണ്ടാണ്. യൂസുഫ് അലിന്റെ ഫണ്ടാണ്. നമ്മൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. യൂസുഫ് അലിയുടെ ഫണ്ടാണ്. അവിടെ റോഡ് കൊടുത്തതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ കൃത്യമായിട്ട് അത് അംഗീകരിക്കുന്നു. അവിടെ ഗവൺമെന്റ് റോഡ് കൊടുത്തു, വെള്ളം കൊടുത്തു, കാര്യങ്ങൾ സ്ഥലം എടുക്കാൻ പറ്റും ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ട്. അങ്ങനെ തന്നെ പറയും. വികസനങ്ങളിൽ UDF ഒരിക്കലും എതിരല്ല. കൊണ്ടെന്നാലും ഞങ്ങൾ അംഗീകരിക്കും. ഒപ്പം നിന്ന് പോകുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഇവിടെ ഞങ്ങൾ പറയുന്ന ഒന്ന്, ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. അവിടേക്കുള്ള റോഡിന്റെ അവസ്ഥ ഈ പരിപാടി കഴിഞ്ഞ്
കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മൈക്കും സാധനം കൊടുത്തങ്ങാണ്ട് ശരി, ഒന്നങ്ങ് പോയി നോക്കിയാൽ കാണാം. അത് നന്നാക്കി കൊടുത്തിട്ട് വേണം. രോഹിൽനാഥ്. യൂസുഫ് അലിയുടെ വീട്ടിലേക്ക് റോഡ് കൊടുത്തത് എങ്ങനെയാണെന്ന് ഗവൺമെന്റിന്റെ Yes, yes. പൈസയാണെങ്കിലും വാങ്ങിച്ചോളൂ. അതിന്റെ ബാക്കിലുള്ള പ്രയത്നം എവിടുന്നായിരുന്നു ശരി, എന്ന് അദ്ദേഹം പറ. കൃത്യമായിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. വികസനം അവിടേക്കുള്ള ചർച്ച റോഡിന്റെ ചെയ്യുന്ന അവസ്ഥ എന്താണ്? സമയമാണ്. ചോദ്യങ്ങളാണ് ബഹുമാനപ്പെട്ട ആർഷിയുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചൂരൽമല മേപ്പാടി റോഡിൻ്റെ മലയോര ഹൈവേയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? രണ്ടാമത്തെ ചോദ്യം, ഈ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് നമ്മൾ കേരളം മൊത്തം പോകുന്നില്ല, ഇവിടെ തന്നെ മാത്രം ചർച്ച ചെയ്യാമല്ലോ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ മുമ്പിൽ. ലൈഫ് ഭവന പദ്ധതിയിൽ 570 ചില്ലാനം വീടുകൾ കൊടുത്തിട്ട് അതിലെ പണം എത്ര കുടുംബങ്ങൾക്ക് പണി പൂർത്തീകരിച്ച് കൊടുക്കാൻ സാധിച്ചു? മൂന്നാമത്തത്, ശുചിത്വത്തിനെ കുറിച്ച് കൊട്ടിഘോഷിക്കുന്നു. എല്ലാ വീടുകൾക്കും നികുതി കൊടുക്കുന്നുണ്ടോ പഞ്ചായത്തിൽ? അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? വീടുകൾക്ക് നികുതിയില്ലാത്ത വീടുകളുമുണ്ട്. ആ വീടുകൾക്ക് ഒരു വർഷം ശുചിത്വത്തെ കൊട്ടിഘോഷിക്കുന്നവർ ജനങ്ങളിൽ നിന്നും പിഴുതെടുക്കുന്ന തുക എത്രയാണ്? 600 രൂപ ഒരു വീടിന് ഒരു വർഷം കൊടുക്കേണ്ടി വരുന്നു. ഇതിനെക്കുറിച്ചുള്ള നിലപാടെന്താണ്? അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങളുടെ ആത്മവിശ്വാസം പൊളിറ്റിക്കലായി ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കുറിച്ച് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നാലാമത്തൊരു ചോദ്യം കൂടി ഉണ്ട്. നഞ്ചൻകോട് റെയിൽപാതയ്ക്ക് വേണ്ടി ഈ ശ്രീധരൻ തയ്യാറാക്കിയ DPR അത് തലശ്ശേരി പാതയ്ക്ക് വേണ്ടി അട്ടിമറിച്ചത് ആരാണ്? വളരെ ഒന്നുകൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട MLA ആയിരുന്ന PV അൻവർ 9 വർഷക്കാലം കണ്ണും കരളും ചങ്കുമായി ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷക്കാർ ഏറ്റിക്കൊണ്ടുപോയ അൻവർ, ആ അൻവർ 8 വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂരിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി, ഞാൻ 1 മാസം കൊണ്ട് മേലെ ചൂരൽമലയിലേക്ക് ജീപ്പ് കൊണ്ടുപോകുന്നു. ഇവിടെ പറഞ്ഞിട്ടില്ലേ? ആ ജീപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2021 ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഇതിന്റെ DPR തയ്യാറായി പണി തുടങ്ങിയോ? ഏത് നിലയിൽ അത് നിങ്ങൾക്ക് നേട്ടമാകും? UDF വിചാരിക്കുന്നത് പോലെ അതിന്റെ പേരിൽ LDF ഒരു തിരിച്ചടി നിലമ്പൂരിൽ ഉണ്ടാകുമോ? പൊളിറ്റിക്കലായ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇവിടെ എത്തുമ്പോഴും ഇപ്പൊ നമ്മൾ ഈ ചർച്ച അവസാനിക്കാൻ വേണ്ടി പോവാണ്. ഈ ചർച്ചക്കിടയിൽ പല ഇടങ്ങളിൽ നിന്നും ചോദ്യം ഉയർന്നു. നീണ്ട കാലം UDF ഈ മണ്ഡലത്തിനകത്ത് MLA ഉണ്ടായിരുന്നപ്പോൾ, മന്ത്രി ഉണ്ടായിരുന്നപ്പോൾ ഈ നാടിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, അതിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് പോകാൻ വേണ്ടി പോലും UDFന്റെ പ്രതിയോ ഈ മണ്ഡലത്തിനകത്ത് തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളുകളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യാവസാനം ആത്മവിശ്വാസത്തോടെ ഈ നാടിനോട് പറയുന്നത്, ഈ മണ്ഡലത്തിൽ 9 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അത് ഈ നിയോജക മണ്ഡലത്തിലെ 23 റോഡ് പൂർത്തീകരിച്ച് 23 റോഡ് ഈ നാട്ടിലെ മനുഷ്യരുടെ മുൻപിലുണ്ട്. ഈ നാട്ടിലെ മനുഷ്യരെ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. 10 പാലങ്ങൾ, അതിൽ 6 എണ്ണത്തിന് ഉദ്ഘാടനം കഴിഞ്ഞു. ബാക്കിയുള്ളതിന്റെ പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാടിന്റെ മുൻപിലുണ്ട്. ഈ പറഞ്ഞ പോലെ മലയോര ഹൈവേ ഈ നാടിന്റെ മുൻപിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് വരുന്ന ലൈഫ് ഭവനം ഈ നാടിന്റെ മുൻപിലുണ്ട്. അതേപോലെ തന്നെ ഈ നാടിനകത്തെ 197ഓളം വരുന്ന ഭൂമിയില്ലാത്ത മനുഷ്യർക്ക് പട്ടയം വിതരണം ചെയ്തതിന്റെ അനുഭവം ഈ നാടിന്റെ മുൻപിലുണ്ട്. 23ഓളം വരുന്ന വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, പള്ളിക്കൂടങ്ങൾ ഏറ്റവും മികവുറ്റ നിലവാരത്തിലേക്ക് ഈ നിയോജക മണ്ഡലത്തിനകത്ത് എടുത്തുയർത്തിയതിന്റെ അനുഭവം ഈ മണ്ഡലത്തിന് മുൻപിലുണ്ട്. ഇനി പോട്ടെ, 9 കൊല്ലം മുൻപ് ഈ മണ്ഡലത്തിന് ഒരു വൈദ്യുതി മന്ത്രി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലയളവ് വേണ്ടി വന്നു. ഇവിടെയുള്ള 7ഓളം വരുന്ന ആദിവാസി ഊരുകൾക്കകത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഈ മണ്ഡലത്തിലെ മനുഷ്യരുടെ ജീവിതം ഉയർത്തിയ വികസനത്തെ സംബന്ധിച്ച് ഈ നാടിനോട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ വെള്ളക്കരം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ വൈദ്യുതിക്ക് പണം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ ഇന്ധനത്തിന് പണം കൊടുക്കുന്നത്, ഏറ്റവും കൂടുതൽ അരിക്ക് വില കൊടുക്കേണ്ടി വരുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി. എന്തുകൊണ്ടാ?
എന്തുകൊണ്ടാ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ അല്ല, ഇന്ധനവില രാജ്യത്ത് ഒരുപോലെ ഇത്ര നേരം ചർച്ച ചെയ്തിട്ട് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഇന്ധന വില നിർണ്ണയത്തിനുള്ള അവകാശം ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്താൽ ഇവിടെ ചുരം കയറിയാൽ ഇവിടെ നിന്ന് 50 കിലോമീറ്റർ പോയാൽ 50 കിലോമീറ്റർ പോയാൽ നിങ്ങളുടെ വോട്ട് കൂടുമോ? നിങ്ങളുടെ വോട്ട് കൂടുമോ? നിലമ്പൂരിൽ വോട്ട് കൂടുമോ? നിലമ്പൂരിൽ വോട്ട് കൂടുമോ? ഞാൻ പറയട്ടെ 50 രൂപയ്ക്ക് പെട്രോൾ കൊടുക്കും. 2019 പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു പാലം നിർമ്മിക്കാൻ കഴിയാത്ത 6 വർഷമായിട്ട് ശാന്തിഗ്രാമിൽ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പണം കൊടുത്തു. നിങ്ങൾക്ക് വോട്ട് കൂടുമോ? ഞങ്ങൾക്ക് വോട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നതാണ് പടക്കളത്തിൽ ഇവിടെയും കണ്ടത്. നിരവധി വിഷയങ്ങൾ, നിരവധി ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യങ്ങളൊക്കെയും പ്രേക്ഷകർക്ക് മുമ്പാകെ വെക്കുകയാണ്. എല്ലാ ചോദ്യങ്ങളും, എല്ലാ ഉത്തരങ്ങളും അതൊരു പടക്കളത്തിലും സാധ്യമല്ല, ഒരു ചർച്ചയിലും സാധ്യമല്ല. പക്ഷേ ഉത്തരങ്ങൾ അത് പ്രേക്ഷകർക്ക്, വോട്ടർമാർക്ക് മുമ്പിലുള്ളതാണ്. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.